ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ചതയം മുതൽ തിരുചതയം വരെ ഗുരുദേവ ചരിതാമൃതങ്ങളിലൂടെ ഒരു യാത്ര നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഗുരുദേവൻ്റെ മതദർശനം എന്താണെന്ന് വ്യക്തമാകുന്ന ഒരു സംഭവം പറയാം. കൊല്ലം പട്ടത്താനത്ത് അച്യുതൻ മേസ്തിരി പുതുതായി പണികഴിപ്പിച്ച ബംഗ്ലാവിൻ്റെ ഉദ്ഘാടനം. കുമാരനാശാൻ, ടി കെ മാധവൻ, സി വി കുഞ്ഞിരാമൻ തുടങ്ങിയ നേതാക്കന്മാരെല്ലാം ഹാജരായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ സ്വാമികൾ നടത്തിയ പ്രസംഗം അതീവ ശ്രദ്ധേയവും പഠനാർഹവുമാണ്. ഒരു വമ്പിച്ച സദസ്സായിരുന്നു അത്. സ്വാമിയുടെ മതദർശനം എന്താണെന്ന് സ്വാമിയുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാക്കണമെന്ന് പത്രാധിപർ ടി കെ മാധവൻ അഭ്യർത്ഥിച്ചു. നേതാക്കന്മാരുടെ നിറഞ്ഞ ആ സദസ്സിൽ സ്വാമികൾ ചെയ്ത പ്രശാന്ത ഗംഭീരമായ ആ പ്രസംഗം 1916 ജൂലൈ 16 ദേശാഭിമാനി പത്രത്തിൽ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. ഗുരുദേവൻ്റെ മതദർശനം അസന്ദിഗ്ധമായ ഭാഷയിൽ അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരമാണ് ചരിത്രപ്രസിദ്ധമായ ആ പ്രസംഗത്തിലെ സുപ്രധാന ഭാഗം. മനുഷ്യരിൽ ഗുണകർമ്മ പാകമനുസരിച്ച് ചാതുർവർണ്ണ്യം കൽപ്പിക്കാം. എന്നാൽ ഇപ്പോൾ കാണുന്ന മനുഷ്യനിർമ്മിതമായ ജാതി വിഭാഗത്തിന് യാതൊരു അർത്ഥവുമില്ല, അനർത്ഥകരവുമാണ്. അത് നശിക്ക തന്നെ വേണം. മേൽജാതിയെന്നും കീഴ്ജാതിയെന്നുമുള്ള വിചാരം തന്നെ ഇല്ലാതാക്കണം. ഈ വിചാരം നമ്മിൽ നിന്ന് പോയിട്ട് വളരെ കാലമായി. സാമുദായിക സംഗതികൾക്കും മതത്തിനും തമ്മിൽ സംബന്ധമൊന്നും പാടില്ല. മതം മനസ്സിൻ്റെ കാര്യമാണ്. ആരുടെയും മതസ്വാതന്ത്ര്യത്തെ തടയരുത്. പല മതക്കാരായ മനുഷ്യരുണ്ടല്ലോ. അവരിൽ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഗതിക്കും വളർച്ചയ്ക്കും അനുസരിച്ച് ഭിന്ന മതങ്ങൾ കൂടിയേ തീരൂ. എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒറ്റ മതമുണ്ടാവാൻ പ്രയാസമാണ്. എൻ്റെ മതം സത്യം, മറ്റുള്ളവരുടെ മതം അസത്യമെന്ന് ആരും പറയരുത്. സകല മതങ്ങളിലും സത്യമുണ്ട്. അതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളതും സതുദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പോൾ നടപ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു സംബന്ധവുമില്ല. നാമായിട്ട് ഒരു പ്രത്യേക മതം സ്ഥാപിച്ചിട്ടില്ല. എല്ലാ മതങ്ങളും നമുക്ക് സമ്മതമാണ്. ഓരോരുത്തരും അവരവർക്കിഷ്ടമുള്ള മതം ആചരിച്ചാൽ മതി. നാം ചില ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഹിന്ദുക്കൾ ചിലരുടെ ആഗ്രഹമനുസരിച്ചാണ്. ഇതുപോലെ ക്രിസ്ത്യാനികൾ, മുഹമ്മദീയർ മുതലായ മറ്റു മതക്കാരും ആഗ്രഹിക്കുന്ന പക്ഷം അവർക്കായും വേണ്ടത് ചെയ്യുവാൻ നമുക്കെപ്പോഴും സന്തോഷമാണുള്ളത്. നാം ജാതി മതഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു മതത്തോടും നമുക്ക് പ്രത്യേകം മമതയില്ലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. മഹാഗുരുവിൻ്റെ ഈ പ്രസംഗഭാഗം സശ്രദ്ധം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഗുരുവിൻ്റെ വീക്ഷണം എന്താണെന്ന്. ഇന്നും സമൂഹത്തിൽ ഒരാളുടെ പേര് കേട്ടാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ത്വര ഉയർന്നു വരും. എല്ലാ മതങ്ങളിലും സത്യമുണ്ടെന്നും എല്ലാ മതത്തിൻ്റെയും ലക്ഷ്യം ഒന്നാണെന്നും മഹാഗുരു വളരെ വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുന്നു. നന്ദി, നമസ്തേ.